ഇപ്പോൾ നല്ല വേനൽക്കാലമല്ലേ, അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കുംബർ വെച്ചിട്ടാണ്. ഒരുപാട് ചിലവുമില്ല, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത്. ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കുംബർ വെച്ചിട്ടാണ്. നല്ല വലിയൊരു കുക്കുംബർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 300-350 ഗ്രാം ഉണ്ട്. ഇത് വലുതാണിത്. അതിന് ശേഷം നമ്മളിത് മുറിക്കുമ്പോൾ ഇത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും അറിയില്ല, ഇതിൻ്റെ ഈ രണ്ട് സൈഡും മുറിച്ചിട്ട് രണ്ട് സൈഡും ഒരു പാല് പോലൊരു സാധനം കറ വരും കേട്ടോ. അത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കറ മുഴുവനായിട്ട് ഇങ്ങോട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യലുണ്ടോ എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ഇടണം കേട്ടോ. അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും ഞാൻ ആക്കിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തെ കറിയും ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ വരതുമ്പോൾ അത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ള പശ പോലെ ഇങ്ങനെ വഴുവഴുപ്പായിട്ട് ഇങ്ങനെ വരും, കുറച്ച് കട്ടിയിൽ. അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് തോല് കളഞ്ഞാലും മതി, ഇല്ലെങ്കിൽ തോല് കളഞ്ഞതിന് ശേഷം ഞാനിത് കഴുകിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തോലൊന്ന് കളഞ്ഞെടുക്കട്ടെ. തമ്പുളിയൊക്കെ ഒരുപാട് പേരുണ്ടാക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1/4 ഭാഗം നല്ല ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ ബാക്കി 1/4 ഭാഗം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് കളഞ്ഞെടുക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. പൾപ്പിൻ്റെ ആവശ്യമില്ല, പൾപ്പ് കളയണ്ട, അത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 1/4 ഭാഗം മുറിച്ചെടുത്തത് ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ മറ്റേ ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3-4 കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഇടണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് ഒരുപാട് എരിവില്ല, നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ കല്ലുപ്പ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പാണെങ്കിൽ നിങ്ങൾ മിക്സ് ആക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി അത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അത് ഞാനവിടെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് എടുക്കേണ്ടത്. നല്ല പുളിയുള്ള തൈര് തന്നെയാണ്. തൈരോ അല്ലെങ്കിൽ യോഗട്ടോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി അത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ മിക്സിയിലാണ് നിങ്ങൾ അടിക്കണമെന്നുണ്ടെങ്കിൽ പൾസ് ചെയ്തെടുത്താൽ മതി. അടിച്ചെടുക്കരുത് കേട്ടോ. അടിച്ചെടുത്ത് പറഞ്ഞാൽ തൈര് പിരിയും. അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത കുക്കുംബറിൻ്റെ മിക്സ്, കുക്കുംബറും തേങ്ങയും ഇതൊക്കെ പാടുള്ള മിക്സ് ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കുക്കുംബർ അരച്ചെടുത്തത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് ലൂസ് വേണ്ട കേട്ടോ. ഇതിന് ഇത്ര ലൂസ് മതി. അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച പൾപ്പൊക്കെ കളഞ്ഞ് വെച്ച കുക്കുംബറിൻ്റെ പീസില്ലേ, അത് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിത് കഴിക്കുമ്പോൾ കൂടെ അതും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ചെയ്തതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്കും കൂടി ഇത് ചെയ്ത് നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം പാടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് കമ്മിയുണ്ടെന്ന്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നെയ്യോ ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് താളിപ്പിടാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കായം ഇട്ട് കൊടുക്കുക. കായം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കായത്തിൻ്റെ പൊടിയാണെങ്കിലും നിങ്ങൾ ഈ താളിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ മതി. ഞാൻ താളിക്കുമ്പോൾ കായത്തിൻ്റെ തുണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം പാടെ പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മളുണ്ടാക്കിയ കുക്കുംബർ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക.
ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇൻഷാ അള്ളാ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഒരു കൊണ്ടാട്ട മുളകോ അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്.